ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. ഇന്ന ദിവസം നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും തരികയാണ്. അമ്മയുടെ നിരന്തരമായ സാന്നിധ്യവും സഹായവും നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് വെലുവായിൽ കരഞ്ഞ് നിലവിളിച്ച ഒരു വാചകമുണ്ട്. അതിപ്രകാരമാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവളുടെ ജീവിതത്തിലേക്ക് വന്ന മംഗളവാർത്തയെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുക. വലിയ ദൂത് ഈ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അത് വിശ്വസിച്ച നീ ഭാഗ്യവതി. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കിത് തന്നെ കാണാൻ സാധിക്കുക. ദൈവത്തോട് ഒട്ടിച്ചേർന്നിരുന്ന ആ മകള്, ദൈവത്തിന് വേണ്ടി വില കൊടുത്ത മകള്, ദൈവം അരുളി ചെയ്തെല്ലാം വിശ്വസിച്ച മകള്, അവളുടെ ജീവിതം ധന്യമായി തീർന്നു. ഇന്ന് മാതൃകയായിട്ട് നിൽക്കുക പരിശുദ്ധ അമ്മ. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നീയും വിശ്വസിച്ചാൽ നീയും അനുഗ്രഹിക്കപ്പെടും. മരണശേഷം അമ്മയെ തള്ളിക്കളഞ്ഞില്ല. ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന് പറയുക. ആ ആഘോഷത്തിലാണ് നിന്റെ ജീവിതവും ഈ ലോകത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടേണ്ട ഒരു ജീവിതമാണ്. സ്വർഗീയ വസതിയിൽ ഈശോയോടും അമ്മയോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവ്, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടി ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആത്മശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ഇതുപോലെ നിന്റെ ഒപ്പം എത്തിച്ചേരുവാൻ, ഇതുപോലെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ വ്യക്തി അനുഗ്രഹിക്കണമേ. അതിന് ഉള്ളിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും നിന്റെ നാമത്തിൽ മാറ്റപ്പെടും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി.